الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളയുടെ ഒരു ഫത്വ വായിക്കാൻ പോവാണ്. അവിശ്വാസികളെ സ്നേഹിക്കുന്നതിൻ്റെ വിധി. ഇതിൻ്റെ ഷെയ്ഖിൻ്റെ ശബ്ദം ആയിരിക്കുമ്പോൾ അറബിയിൽ ഇത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതേ ഫത്വയുടെ ഇതേ ഫത്വ കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതേ തലക്കെട്ടിൽ അവിശ്വാസികളെ സ്നേഹിക്കുന്നതിൻ്റെ വിധി. അത് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഷെയ്ഖിൻ്റെ ശബ്ദം കേൾക്കാം, അറബിയിൽ കേൾക്കാം. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ളയോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഷെയ്ഖ്, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകട്ടെ, അവിശ്വാസികളെ സ്നേഹിക്കുന്നതിൻ്റെ വിധി എന്താണ്? അപ്പോൾ ഷെയ്ഖ് മറുപടി പറയാണ്, അവിശ്വാസികളെ സ്നേഹിക്കുന്നത് അനുവദനീയമല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും മത്സരം കാണിക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നതായി കണ്ടെത്തുകയില്ല. ഇത് 58-ാം അധ്യായം 22-ാം വചനാണ്. സൂറത്ത് മുജാദിലയിലെ 22-ാം വചനം. ഷെയ്ഖ് പറയാണ്, അള്ളാഹു കോപിച്ചവരോട് നീയും കോപിക്കുക. അള്ളാഹു അവിശ്വാസികളുടെ ശത്രുവാണ്, അതുകൊണ്ട് നീയും അവിശ്വാസികളുടെ ശത്രുവാണ്. എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ആത്മമിത്രങ്ങളാക്കരുത്. അവിശ്വാസികളെ സ്നേഹിക്കുന്നത് അനുവദനീയമല്ല. അതെ. എന്നിട്ട് ഷെയ്ഖിനോട് വീണ്ടും ചോദിച്ചു, ആരെങ്കിലും ഒരു അവിശ്വാസിയെ അവൻ്റെ നല്ല കർമ്മം കാരണം സ്നേഹിച്ചു, അല്ലെങ്കിൽ അവൻ്റെ അവിശ്വാസിനിയായ ഇണയെ സ്നേഹിച്ചു, ഇത് നിരോധിച്ചതാണോ? അപ്പോൾ ഷെയ്ഖ് മറുപടി പറഞ്ഞു, അവൻ്റെ നല്ല കർമ്മം കാരണം നീ അവനെ സ്നേഹിക്കരുത്, എന്നാൽ നീ അവനോട് നല്ല രീതിയിൽ പെരുമാറുക. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളുടെ വാസസ്ഥലത്തു നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോട് നിങ്ങൾ നന്മ ചെയ്യുന്നതും അവരോട് കരുണ കാണിക്കുന്നതും നീതി പാലിക്കുന്നതും അള്ളാഹു വിരോധിച്ചിട്ടില്ല. നിശ്ചയമായും നീതിമുറ പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത് സൂറത്ത് മുംതഹിനയിലെ 8-ാം വചനമാണ്. 60-ാം അധ്യായം 8-ാം വചനം. അതുകൊണ്ട് അവരോട് നല്ല രീതിയിൽ ഇടപെടുക, എന്നാൽ സ്നേഹിക്കരുത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്നേഹമില്ല. അള്ളാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളുടെ ആത്മമിത്രം അള്ളാഹും അവൻ്റെ റസൂലും വിശ്വസിച്ചവരും മാത്രമാകുന്നു. ഇത് സൂറത്ത് മാഇദയിലെ 58-ാം വചനമാണ്. 5-ാം അധ്യായം 58-ാം വചനം. അതുകൊണ്ട് വിശ്വാസികളോടല്ലാതെ സ്നേഹമില്ല. അതെ. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, യഹൂദ ക്രൈസ്തവ ഇണകളോടും അവിശ്വാസികളായ കുടുംബത്തോടുമുള്ള സ്നേഹം അത് ആരാധനയുടെ സ്നേഹമല്ല, മറിച്ച് അത് പ്രകൃതിപരമായ സ്നേഹമാണ്. അപ്പം നമുക്ക് പ്രകൃതിപരമായിട്ടൊരു സ്നേഹം എന്താണ്? ഒരു മുസ്ലിം ഒരു യഹൂദ സ്ത്രീയോ ക്രൈസ്തവയോ അവർ ഇണകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അവരെ വിവാഹം കഴിക്കാമെന്നുണ്ടല്ലോ. അവരിൽ നല്ല നല്ല സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ടല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അത് എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അത് പ്രകൃതിപരമായ സ്നേഹമാണ്. അത് മതത്തിൻ്റെ കാര്യത്തിൽ പ്രവേശിക്കുന്നില്ല. നല്ല ഭക്ഷണപാനീയങ്ങൾ നീ ഇഷ്ടപ്പെടുന്നു. ജനങ്ങളിൽ നിന്ന് നിനക്ക് നന്മ ചെയ്തവരെ നീ സ്നേഹിക്കുന്നു. ഇതെല്ലാം പ്രകൃതിപരമായ സ്നേഹമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഷെയ്ഖിൻ്റെ ഫത്വ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഹഫിദുള്ള പറഞ്ഞത്, ജനങ്ങളിൽ നിന്ന് നിനക്ക് നന്മ ചെയ്തവരെ നീ സ്നേഹിക്കുന്നു. അത് പ്രകൃതിപരമായ സ്നേഹമാണ്. അപ്പോൾ നമുക്ക് അനുഭവമാണ്, നമ്മെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ, നമ്മെ പരിചരിക്കുന്ന കുടുംബ ഡോക്ടർ, അതേപോലെ അയൽവാസികൾ, നമ്മുടെ വീട്ടിലും ജോലിസ്ഥലത്തും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, പിന്നെ ഷെയ്ഖ് പറഞ്ഞതുപോലെ ജനങ്ങളിൽ നിന്ന് നമുക്ക് നന്മ ചെയ്യുന്നവർ,
ബാറക്കല്ലാഹു ഫീക്കും. ഇവരോട് നേരിട്ടുള്ളൊരു ബന്ധമുള്ളതിനാൽ അവരോട് സ്നേഹമുണ്ടാകും. അത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന സ്നേഹമാണ്. അത് ആ വ്യക്തിയോടാണ്, അദ്ദേഹത്തിൻ്റെ മതത്തോടല്ല. പ്രകൃതിപരമായ സ്നേഹം തോന്നുന്ന അവിശ്വാസികളെക്കുറിച്ച് വിശ്വാസകാര്യങ്ങളുമായി അഖീദയുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിൽ നല്ല ധാരണ, ഹുസ്നുൽ തന്നെ വെക്കുന്നത് അനുവദനീയമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ആയത്തും കൂടി പറയാം ഇതുമായി ബന്ധപ്പെട്ട്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നബിയെ, നിശ്ചയമായും നീ സ്നേഹിക്കുന്നവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല. ഇത് 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 56-ാം വചനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യനും സ്വന്തം പിതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത് പോറ്റി വളർത്തിയ പിതാവുമായ അബൂത്വാലിബിൻ്റെ മരണമാസന്നമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ, അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരാൻ, മുസ്ലിം ആകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സംഭവമാണ് ഈ ആയത്തിൻ്റെ അവതരണത്തിന് സന്ദർഭമായിരുന്നതെന്ന് ബുഖാരി, മുസ്ലിം റഹിമഹുല്ല മറ്റു പലരും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ്? അബൂ താലിബിനോട് പ്രകൃതിപരമായ സ്നേഹം ഉണ്ടായിരുന്നു. ഇത് ഖുർആനിൽ തന്നെ ഉള്ള തെളിവാണ്. അവിടെ ഉപയോഗിച്ച പദം തന്നെ മൻ അഹ്ബബ്ത. നീ സ്നേഹിക്കുന്നത് ആരെയാണോ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരെ നിനക്ക് നേർമാർഗത്തിൽ ആക്കുവാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവരെയാണ് അള്ളാഹു മാത്രമേ. വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. അള്ളാഹു പറയുന്നു, അള്ളാഹു ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ മാത്രമേ നേർമാർഗത്തിൽ ആക്കുവാൻ പറ്റുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.